ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ശ്രീകണ്ഠീരവയിൽ നടത്തിയ ഒരു അൺഎക്സ്പെക്റ്റഡ് വിജയത്തിന്റെ ആവേശത്തിൽ നമ്മൾ ഇന്നലെ ഹോം മത്സരം കാണാൻ കൊച്ചിയിലെത്തി. അതുപോലെ ഒരു എന്താ പറയാ സ്ഥിരം ഒരു ക്ലൈമാക്സും അവിടെ സംഭവിച്ചു. 1-1 സമനിലയില് കളി പിരിയുന്നു. അതായത് ഒരു ഗോൾ ലീഡ് എടുത്തിട്ട് 80 മിനിറ്റിൽ തിരിച്ച് ഗോൾ വഴങ്ങുന്നു. നമ്മള് പുതിയൊരു കാര്യമല്ല, പലതവണകളൊന്നും അല്ല, സ്ഥിരം ആയിട്ടുള്ളൊരു പരിപാടിയാണിത്. സോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും അതിനകത്തിൽ തോന്നിയില്ല. പിന്നെ ടീമിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ് ആയിരിക്കുന്നു ടീം. സീസൺ തുടങ്ങിയപ്പോൾ ഒരു ബ്ലാസ്റ്റേഴ്സേ അല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശ്രീകണ്ഠീരവയിൽ കയറി ബാംഗ്ലൂരിനെ അടിച്ചിരിക്കുന്നു. നോർത്ത് ഈസ്റ്റുമായിട്ട് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ ഇതിന്റെ ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഒന്ന് ആഷ്ലിൻ വെസ്റ്റ്വുഡ് എന്ന നമ്മുടെ മാനേജർക്കാണ്. അപ്പൊ ആള് കാര്യമായ മാറ്റങ്ങളും കാര്യമായ എന്തൊക്കെയോ ടീമിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. നമ്മുടെ ഫോർമേഷൻസ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മളുടെ ഓരോ പ്ലേയേഴ്സിന്റെ പൊസിഷൻ ചേഞ്ച് ഒക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആള് ഓരോ പ്ലേയേഴ്സിനെയും മനസ്സിലാക്കി അവർക്ക് അനുസരിച്ചുള്ള അവരുടെ പ്ലേയിങ് സ്റ്റൈലിന് ഓക്കെ ആയിട്ടുള്ള പൊസിഷൻസ് വരെ പുള്ളി ചേഞ്ച് ചെയ്ത് മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറെ ചേഞ്ചസ് ഇപ്പം കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ നമ്മൾ ഇവാനാശന്റെ ഒരു കാലഘട്ടം എടുത്താൽ പോലും 4-4-2 എന്നുള്ള ഒരു ഫോർമേഷൻ മാത്രമാണ് നമ്മൾ കളിച്ചു വന്നിട്ടുള്ളത്. പക്ഷെ സ്റ്റാറെ വന്നിട്ടാണെങ്കിലും കാറ്റല വന്നിട്ടാണെങ്കിലും അതിങ്ങനെ ഫോളോ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം കുറെ കാര്യങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, പുതിയ ചേഞ്ചുകൾ ഇവിടെ വരുന്നു. സോ വെസ്റ്റ്വുഡ് കുറെ പരീക്ഷണങ്ങൾ നടത്തുന്നു. പക്ഷെ റിസൾട്ടും കിട്ടുന്നുണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ. അപ്പം അതൊന്നും പാളിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റിസൾട്ടുകളുണ്ട്. കാരണം ബാംഗ്ലൂരിനെ തോപ്പിച്ചിരിക്കുന്നു. ഇന്നലെ നമ്മൾ വീണ്ടും നമുക്കൊരു പോയിന്റ് നമുക്ക് നേടാൻ സാധിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു 99% നമ്മൾ വിജയിക്കേണ്ട ഒരു മത്സരം തന്നെ ആയിരുന്നു. പക്ഷെ അത് പാളിയത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അത് ഒരു കാര്യത്തിൽ ഒതുങ്ങുന്ന സാധനം അല്ല. നമുക്ക് ആ ഒരു ചർച്ചയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് ആദ്യം തന്നെ കെവിൻ യോക്കിലേക്ക് വരാം. ഇന്നലത്തെ കെവിൻ യോക്കിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിരുന്നു. നല്ല വൃത്തിയായിട്ട് കെവിൻ യോക്ക് കളിച്ചിട്ടുണ്ട്. കെവിൻ യോക്ക് അവരുടെ ഡിഫൻസിന് ഭയങ്കര തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കളി ടൈ ആയതിന്റെ മെയിൻ കാരണം കെവിൻ യോക്ക് ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ആ മിസ് ഉണ്ടല്ലോ, കെവിൻ യോക്കിന്റെ ആ ഒരു മിസ്, അത് മിസ് ചെയ്യേണ്ട സാധനം അല്ല. അത് ഗോൾ ആക്കേണ്ട സാധനം. ഒരു പ്രൊഫഷണൽ ഫുട്ബോളറെ സംബന്ധിച്ചിട്ട് അത് ഗോൾ ആക്കണ്ടേ, അതാക്കേണ്ട സാധനം തന്നെയാണ്. 2-0 കളി പോകേണ്ട ഒരു സാധനം അത് മിസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഓക്കെ ആയിട്ടുള്ള കാര്യമില്ല. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. നമ്മളവിടെ ബാഡ് ലക്ക് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു ബാഡ് ലക്കിനും സ്ഥാനം ഇല്ലാത്തൊരു പരിപാടിയായിരുന്നു അത്. സിമ്പിളായിട്ട് ഗോൾ അടിക്കേണ്ട ഒരു സാധനം അടിച്ച് പോസ്റ്റിലടിച്ച് പുറത്തു പോയി. ബാഡ് ലക്ക് അല്ലത്, ബാഡ് ലക്ക് എന്നൊന്നും അതിനെ പറയരുത്. പക്ഷെ അത് ആ ഗോൾ അടിക്കേണ്ടത് തന്നെയാണ്. അത് അടിച്ചിരുന്നെങ്കിൽ ഇതായിരുന്നില്ല റിസൾട്ട്. അപ്പോ കെവിൻ യോക്ക് തന്നെയാണ് നമ്മളുടെ ഈ കളി തയ്യായതിന്റെ കാരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് വരേണ്ടത് വിക്ടറിലേക്കാണ്. വിക്ടർ എന്ന് പറയുന്നത് ഞാൻ ഒറ്റ വാക്കിൽ എടുത്തു പറയുകയാണെങ്കിൽ ഒരു വേസ്റ്റ് പ്ലെയർ ആണ്. കാരണം 2 ഗോളൊക്കെ ആള് സീസണിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ 2 ഗോൾ എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുമുള്ള ഒരു കോൺട്രിബ്യൂഷനും ടീമിനില്ല. നമ്മൾ ശരിക്കും 9 പേരെ വെച്ച് കളിക്കുന്നതിന് തുല്യമായിട്ടാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആള് വന്ന് നല്ലൊരു ടച്ച് എടുക്കുന്നില്ല, നല്ലൊരു പാസ് വെക്കുന്നില്ല, ആളുടെ ഭാഗത്തുനിന്ന് ക്രിയേറ്റീവായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോ അങ്ങനെയുള്ളൊരു പ്ലെയറിനെ എന്തിനാണ് നമ്മൾ വീണ്ടും ടീമിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. സോ ആ സ്ഥാനത്തേക്ക് നമ്മുടെ നല്ലൊരു ഇന്ത്യൻ പ്ലെയർ, നമ്മുടെ അജ്സലൊക്കെ വന്ന് കളിച്ചാലും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് നമുക്ക് വരേണ്ടത് നമ്മുടെ പുതിയ 2 ഫോറിൻ പ്ലേയേഴ്സ് ആണ്. അതായത് ഒന്ന് ഫ്രാൻചു വന്ന ഫസ്റ്റ് കളി തന്നെ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ശ്രീകണ്ഠീരവയിൽ കയറി അടിച്ചു. അത് പിന്നെ അതേപോലെ തന്നെ ഫ്രാൻചു ഇന്നലെ വന്ന് ഇറങ്ങിയ ആ ഒരു സമയം കൊണ്ട് തന്നെ ആൾക്ക് നല്ല കുറച്ച് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആള് നല്ലൊരു ഷൂട്ടൊക്കെ ചെയ്തിരുന്നു. പിന്നെ പലയിടത്തും പോയി ബോൾ വാങ്ങുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ വിക്ടർ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഫ്രാൻചുവിന് പക്ഷെ കുറച്ച് സമയം കളിക്കാൻ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് വരേണ്ടത് കരീമിലേക്കാണ്. സോ കരീം വന്നപ്പോഴത്തേക്ക് ടീമിന് വല്ലാത്ത ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ചേഞ്ചിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളത്ര പ്രൊഫഷണൽ ആണ്. അതുകൊണ്ടാണ് ക്യാഷ് മേടിക്കാത്ത പ്ലേയേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് കാശ് കൊടുത്തൊരു പ്ലെയറെ കൊണ്ടുവന്നപ്പോൾ ആളുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ശരിക്കും ആളുടെ കളി നമ്മൾ നേരിട്ട് കാണുന്നത്. ഇന്നലെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഈ ലൂണയൊക്കെ ഉള്ള ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയും പ്രൊഫഷണൽ ആയിട്ട് ആള് മൊത്തത്തിൽ പുള്ളി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു ക്യാപ്റ്റൻ എങ്ങനെയാണോ ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നത്
ആ ഒരു രീതിയിൽ പുള്ളി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓരോ പ്ലേയേഴ്സിനെയും വിളിച്ച് നിർത്തി, പൊസിഷൻ നിർത്തി പറഞ്ഞും ഓരോരുത്തരെയും പുള്ളി ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട്, ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്, ഓരോരുത്തരോട് ഇവിടെ വാ അവിടെ പോയി ഇത് പറയുന്നുണ്ട്. പുള്ളി നന്നായിട്ട് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവരും ലീഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നല്ല ക്വാളിറ്റി പാസുകൾ വെക്കുന്നുണ്ടായിരുന്നു, അതേപോലെ ക്വാളിറ്റി ഇന്റർസെപ്ഷൻസ് നടത്തുന്നുണ്ടായിരുന്നു. ആളുടെ കുറെ ത്രൂ ബോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കരീമിന്റെ ഒരു ത്രൂ ബോളൊക്കെ വിക്ടറിന് ചെന്നിട്ടുണ്ടായിരുന്നു. വിക്ടറിന് അത് എടുക്കാൻ പോലും പറ്റുന്നില്ല. വിക്ടറിന് ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വിക്ടർ ഒന്നും ചെയ്തില്ല. കരീം അതായത് കരീമും അതേപോലെ കെവിൻ യോക്കും പോയതിന് ശേഷം, അതായത് അവര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയതിന് ശേഷമാണ് നമ്മുടെ കളി ഡൗൺ ആകുന്നത്. കളി നേരെ താഴേക്ക് പോവുകയായിരുന്നു പിന്നീട്. കാരണം കരീമിനെ പോലെ പിന്നൊരു പ്ലെയർ നമ്മുടെ ടീമിൽ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. കാരണം കരീം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മിഡ് ശോകമായി, ഒരു രീതിയിലും മുമ്പോട്ട് കളി പോകാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു. പിന്നെ കെവിൻ യോക്കിന്റെ ആ ഒരു പോക്ക് അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. കാരണം ഒരുപക്ഷെ ആ ഒരു ബിഗ് ചാൻസ് മിസ് ചെയ്തതിന്റെ പേരിൽ ഒരു പണിഷ്മെന്റ് ആയിട്ട് വിളിച്ചതാണോ, അതോ പുള്ളി ടയേർഡ് ആയതുകൊണ്ട് വിളിച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യം സംശയമുണ്ട്. അപ്പോ ആഷ്ലിൻ വെസ്റ്റ്വുഡിനെ പോലൊരു കോച്ചൊക്കെ വേണമെങ്കിൽ തിരിച്ചു വിളിക്കും. കാരണം അത് അടിക്കേണ്ട ഗോള്, ആ സാധനം എന്താ അടിക്കാഞ്ഞത് എന്നുള്ള രീതിക്ക് ആയിരിക്കാൻ വിളിച്ചത്. അത് എനിക്ക് കൺഫേം അല്ല സാധനം. പിന്നീട് നമുക്ക് വരേണ്ടത് ഫാളു. ആള് 100% ഗ്രൗണ്ടിൽ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. ടീമിന് വേണ്ടിയിട്ട് ആള് 100% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ആത്മാർത്ഥമായിട്ട് കളിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട്. അത് ഭയങ്കര നമുക്ക് ഒരു ആരാധകരെ സംബന്ധിച്ചിട്ട് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. സോ നമുക്ക് ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ആണ് വേണ്ടത്. ടീമിന് വേണ്ടിയിട്ട് 100% കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്ലെയർ. ആള് വരുന്ന സമയത്ത് നമുക്കറിയാം ഏകദേശം 2 വർഷം ആയി ആള് ഫുട്ബോൾ കളിച്ചിട്ട് എന്നുള്ള ഒരു ആരോപണം ഒക്കെ പുള്ളിയുടെ മേലുണ്ടായിരുന്നു. സോ പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള രീതിയിലാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഗോള് തന്നെ ആളുടെ ഒരു ബൈസൈക്കിൾ കിക്ക് എന്നാണ് വന്നത്. ബൈസൈക്കിൾ കിക്കിന് മുമ്പ് പുള്ളിയുടെ ഒരു ഷാർപ്പ് ഓൺ ടാർഗറ്റ് ഹെഡർ വരുന്നുണ്ടായിരുന്നു. ആ ഹെഡറിന് ശേഷമാണ് പുള്ളി ഈ ബൈസൈക്കിൾ അടിക്കുന്നത്. ആ ബൈസൈക്കിളിൽ നിന്നാണ് ഈ ഗോള് വരുന്നത് തന്നെ. അപ്പൊ ആള് എല്ലാ സ്ഥലങ്ങളിലും പോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്, നല്ല ഇന്റർസെപ്ഷൻസ് നടത്തുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഭയങ്കര അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. പിന്നീട് നമുക്ക് പറയേണ്ടത് ഡാനിഷിനെ പറ്റിയിട്ടാണ്. സോ ഡാനിഷ് ഇന്നലെ പൊസിഷൻ മാറിയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു CB പൊസിഷനിലാണ് ഇന്നലെ ഡാനിഷ് കളിച്ചത്. പക്ഷെ അവരടിച്ച ഗോള് അത് ഡാനിഷിന് ഒരുപക്ഷെ ക്ലിയർ ചെയ്യാമായിരുന്ന ഒരു ബോളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡാനിഷിന്റെ മിസ്റ്റേക്കിലൂടെ കയറിയ ഒരു ഗോളായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് പറയാനാണെങ്കിൽ നമ്മളുടെ സെറ്റ് പീസുകൾ എന്ന് പറയുമ്പോൾ സ്റ്റാറയുടെ കാലത്തും അതേപോലെ നമ്മളുടെ കാറ്റലയുടെ കാലത്തൊന്നും ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെറ്റ് പീസ് തന്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്നലെ സെറ്റ് പീസുകളിലൊക്കെ കുറെ സാധനങ്ങൾ, ഫ്രീ കിക്ക് നിന്നാണെങ്കിലും കോർണറിൽ നിന്നാണെങ്കിലും ഒക്കെ കുറെ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ വെസ്റ്റ്വുഡ് വന്നതിന്റെ കുറെ മാറ്റങ്ങൾ ഇന്നലെ നമ്മൾ പ്രാക്ടീസ് സെക്ഷനിൽ പോലും വാമപ്പ് ചെയ്യാൻ ഇറങ്ങുമല്ലോ, ആ സമയത്ത് പോലും കണ്ടു. സ്റ്റാറയുടെയും അതേപോലെ ഈ കാറ്റലയുടെയും കാലത്ത് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കുറെ പുതിയ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കൂടി പ്രൊഫഷണലി മൂവ് ചെയ്യുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ്, അതാണ് ഇപ്പോൾ കറന്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോ പുതിയ 2 ക്വാളിറ്റി പ്ലേയേഴ്സ് നമുക്ക് വന്നിരിക്കുന്നു. അതേപോലെ നമുക്ക് നല്ലൊരു മാനേജർ ആഷ്ലിൻ വെസ്റ്റ്വുഡ് വന്നിരിക്കുന്നു. അതേപോലെ ഒരു അസിസ്റ്റന്റ് മാനേജർ ബെറ്റർ ആയിട്ടുള്ള ഒരാൾ വന്നിരിക്കുന്നു. അപ്പം കുറെ മാറ്റങ്ങൾ ടീമിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് 5 പോയിന്റ് ആയിരിക്കുന്നു. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ കാരണം, ഇതിന്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, ഫാൻസാണ്. ഫാൻസിന്റെ പ്രൊട്ടസ്റ്റ് ആണ്. സോ ഫാൻസിന്റെ പ്രൊട്ടസ്റ്റ് ശരിക്കും മാനേജ്മെന്റിൽ പോയി കൊണ്ടിട്ടുണ്ട്. മാനേജ്മെന്റ് പണിയെടുത്തില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ. സോ അതുകൊണ്ട് തന്നെ അവർ പണിയെടുക്കുന്നുണ്ട്. അവര് കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നു, അതേപോലെ തന്നെ മാനേജറിനെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടും വന്നു തുടങ്ങിയിരിക്കുന്നു. സോ ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്ക് റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം, അതായത് മാനേജ്മെന്റ് പണിയെടുക്കണം. ഇങ്ങനെ ഉഡായിപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. സോ ഇപ്പം ഇതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഫാൻസിന് തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.